തൃശൂരിലെ ശബ്ദരേഖാ വിവാദത്തിൽ AC മൊയ്തീനും MK കണ്ണനും പ്രതിരോധം തീർത്ത് CPIM. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പൊതുജീവിതത്തിൽ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന നേതാക്കളെ കരിവാരിത്തേക്കാനാണ് ശ്രമമെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. MK കണ്ണനെയും AC മൊയ്തീനെയും കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല നിലയിൽ അറിയാവുന്നതാണ്. ഒരു ഓഡിയോ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ആളുകളെ ജനങ്ങളുടെ മധ്യത്തിൽ കരുതേച്ച് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ശരിയല്ല. അതുകൊണ്ട് ഇവരുടെ ഈ പാർട്ടി നേതാക്കന്മാർ എന്നുള്ള നിലയിൽ അവർ ജനങ്ങളിൽ അംഗീകാരം നേടി പ്രവർത്തിക്കുന്നവരാണ്. ഇപ്പോഴും അത് തന്നെയാണ് സ്ഥിതി. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ച് അവരെ പേരിൽ തെറ്റിദ്ധാരണ പടർത്തി അവരെ തകർക്കാൻ കഴിയുമെന്നുള്ളത് ആരും ധരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാവാൻ ഇടയില്ല. അതുകൊണ്ട് CPMൻ്റെ ഏതൊരു നേതാവും കേഡറും ചില തത്വങ്ങൾ പരിശുദ്ധി ജീവിതത്തിൽ കാത്തുസൂക്ഷിച്ചുകൊണ്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂ. അങ്ങനെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കുന്ന നേതാക്കളിൽ രണ്ടുപേരാണ് AC മൊയ്തീനും കണ്ണനും. അതുകൊണ്ട് വേറെ ഏതെങ്കിലും രീതിയിൽ അതൊക്കെ പാർട്ടിക്കകത്ത് ആരോപണമില്ല. പാർട്ടിക്കകത്ത് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്തല്ലേ? ഇല്ല അതല്ല. അല്ല, അത് നമുക്ക് ഞാൻ പറഞ്ഞില്ല, ആ ആരോപണം അടിസ്ഥാനരഹിതമാണ്. പുറത്തുവന്ന ശബ്ദരേഖയിലെ ആരോപണങ്ങളെല്ലാം തള്ളുകയാണ് AC മൊയ്തീൻ. അതിൽ ഈ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് വസ്തുതയുമായി പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. ശബ്ദരേഖയിൽ വന്ന കാര്യം ശരിയാണോ അല്ലയോ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് വന്നു എന്ന് നിങ്ങൾ പറയുന്ന പ്രസിദ്ധീകരിക്കപ്പെട്ട ശബ്ദരേഖയിൽ എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യമല്ലല്ലോ ഇന്നലെ നിങ്ങൾ ചാനലുകളൊന്നും ചർച്ച ചെയ്തത്. അത് സ്വയം നിങ്ങൾ പരിശോധിച്ച് തിരുത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ 40-45 വർഷക്കാലമായി പൊതുപ്രവർത്തന രംഗത്തുള്ള ആളാണ്. എല്ലാ വിഭാഗം ജനങ്ങളും പരിചയമുള്ള ഒരാളാണ്. അതെനിക്ക് മാത്രമല്ല, ഏത് പൊതുപ്രവർത്തകനും അതുണ്ടാവും. ആ പൊതുപ്രവർത്തകൻ എന്നുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള രീതിയിലുള്ള പരിധി വിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ജില്ലാ നേതൃത്വം കവർച്ചക്കാരെങ്കിൽ സംസ്ഥാന നേതൃത്വം കൊള്ളക്കാരാണെന്ന് തെളിയിക്കുന്നതാണ് ഫോൺ സംഭാഷണമെന്ന് പ്രതിപക്ഷ നേതാവ്. എല്ലാ വൃത്തികെട്ട ഇടപാടുകളിലും കളങ്കിതമായ ഇടപാടുകളിലും CPM നേതാക്കൾക്ക് പങ്കുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത്. കൊള്ളക്കാരുടെ കവർച്ച സംഘമായി CPM നേതൃത്വം എന്ന് പറഞ്ഞത് പ്രതിപക്ഷമല്ല, DYFI ജില്ലാ സെക്രട്ടറിയാണ്. DYFI നേതാവിന് പോലും നിവൃത്തിയില്ലാത്ത സ്ഥിതിയാണ് കേരളത്തിൽ. CPIM അഴിമതിക്കാരുടെ കയ്യിലാണെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഫോൺ സംഭാഷണത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട ശരത് പ്രസാദിന് CPIM ജില്ലാ നേതൃത്വം നോട്ടീസ് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ലെവിൻ K വിജയനുണ്ട്. ലെവിൻ, ഈ വിഷയത്തിൽ ആരോപണ വിധേയരായ നേതാക്കളെ ചേർത്തു പിടിക്കുകയാണ് CPIM. അവരും വിശദീകരണവുമായി രംഗത്തെത്തുന്നുണ്ട്. ഇത് വസ്തുതാ വിരുദ്ധമാണ്, ഫോൺ സംഭാഷണത്തിൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം എന്ന് തന്നെയാണ് ആരോപണ വിധേയരും പറയുന്നത്. പക്ഷേ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ് കോൺഗ്രസ്. മൊത്തത്തിൽ അഴിമതിക്കാരുടെ കയ്യിലാണ് CPIM എന്ന പരാമർശമാണ് രമേശ് ചെന്നിത്തല നടത്തുന്നത്. VD സതീശനും പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, കരുവന്നൂർ ബാങ്ക് ക്രമക്കേടിന് ശേഷം തൃശൂർ ജില്ലയിലെ CPMനെ പിടിച്ചുലയ്ക്കുന്ന സംഭവമായി DYFI ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ രേഖ പുറത്തു വന്ന സംഭവം മാറിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. CPMന് തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കെ ഇത്തരമൊരു ആരോപണത്തെ പ്രതിരോധിക്കാൻ CPM നേതൃത്വം ആകെ വല്ലാതെ പ്രയാസപ്പെടുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം പ്രതികരണങ്ങളിൽ നിന്നും, നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നും അത് വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. LDF കൺവീനർ തന്നെ പറഞ്ഞ വാക്കുകൾ ഈ ആരോപണ വിധേയരായിട്ടുള്ള അല്ലെങ്കിൽ ശരത് പ്രസാദിന്റെ ശബ്ദ സംഭാഷണത്തിൽ പേര് പരാമർശിക്കപ്പെട്ടിട്ടുള്ള നേതാക്കളെ സംരക്ഷിച്ചുകൊണ്ടാണ് AC മൊയ്തീൻ CPMന്റെ സംസ്ഥാന സമിതി അംഗവും അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുകയും നിലവിൽ MLA ആയി പ്രവർത്തിക്കുകയും മന്ത്രിയായിരിക്കുകയും ചെയ്ത ഒരു നേതാവ് വലിയ സാമ്പത്തിക ഉന്നതരുമായി ഡീലിംഗ് നടത്തുന്നു എന്ന തരത്തിലടക്കമുള്ള പരാമർശങ്ങൾ മുൻ കേരള ബാങ്കിന്റെ വൈസ് ചെയർമാനും മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ MK കണ്ണൻ, അദ്ദേഹത്തിനെതിരായിട്ടുണ്ടായ ആരോപണങ്ങളൊക്കെ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. തെരഞ്ഞെടുപ്പുകൾ അടുത്തു നിൽക്കെ CPMനെ വലിയ രാഷ്ട്രീയ പ്രതിസന്ധി തന്നെയാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPIM ഈ വിഷയം എത്തിച്ചേർന്നിരിക്കുന്നത്. ലെവിൻ K വിജയനാണ് വിവരങ്ങൾ നൽകിയത്.